ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജൂൺ മാസം 27-ാം തീയതിയാണ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിന ആശംസകളും നേരുന്നു. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ആവർത്തന പുസ്തകം 21-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായം വളരെ രസകരമായ കാര്യങ്ങൾ, ഈ ആവർത്തന പുസ്തകത്തിലെല്ലാം പ്രായോഗികമായ പല പല കാര്യങ്ങൾ പറയുന്ന അധ്യായങ്ങളാണ്. ഈ അധ്യായത്തിലും അങ്ങനെ തന്നെയാണ് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. കുടുംബജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. ഭാര്യ എടുക്കുന്നതും രണ്ട് ഭാര്യമാരോടൊത്ത് ഒരുത്തി വേറൊരുത്തി ഇഷ്ടമില്ലാത്തവളും ഇങ്ങനെയുള്ള പല പല പ്രായോഗിക കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഞാൻ പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ അധ്യായത്തിൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ യുദ്ധത്തിന് പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഇതാണ് ഇവിടെ പറയുന്നത്. നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് നിൻ്റെ ദൈവമായ യഹോവ അവരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും നീ അവരെ ബദ്ധന്മാരായി പിടിക്കുകയും ചെയ്താൽ ആ ബദ്ധന്മാരുടെ കൂട്ടത്തിൽ സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ട് ഭാര്യയായി എടുപ്പാൻ തക്കവണ്ണം അവളോട് പ്രേമം ജനിക്കുന്നുവെങ്കിൽ നീ അവളെ വീട്ടിൽ കൊണ്ടുപോകണം. അവൾ തലമുടി ചിരയ്ക്കുകയും നഖം മുറിക്കുകയും ബദ്ധവസ്ത്രം മാറി നിൻ്റെ വീട്ടിൽ പാർത്ത് 1 മാസം തൻ്റെ അപ്പനെയും അമ്മയെയും കുറിച്ച് ദുഃഖിക്കുകയും ചെയ്ത ശേഷം നീ അവളുടെ അടുക്കൽ ചെന്ന് അവൾക്ക് ഭർത്താവും അവൾ നിനക്ക് ഭാര്യയും ആയിരിക്കണം. എന്നാൽ നിനക്ക് അവളോട് ഇഷ്ടമില്ലാതെ ആയെങ്കിൽ അവളെ സ്വതന്ത്രയായി വിട്ടയക്കണം. അവളെ ഒരിക്കലും വിലയ്ക്ക് വിൽക്കരുത്. നീ അവളെ പരിഗ്രഹിച്ചതുകൊണ്ട് അവളോട് കാഠിന്യം പ്രവർത്തിക്കുകയും അരുത്. കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു വാക്യമാണ്. ഈ അധ്യായം മുഴുവനും കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. യുദ്ധമുണ്ടക്കാലത്ത് യുദ്ധത്തിൽ പോകുമ്പോൾ ഒരുപാട് ആളുകളെ അവരെ യുദ്ധത്തിൽ പിടിച്ചുകൊണ്ട് വരും. അങ്ങനെ പിടിച്ചുകൊണ്ട് വന്ന കൂട്ടത്തിൽ ഒരു സുന്ദരിയായ സ്ത്രീയെ അവളെ പിടിച്ചുകൊണ്ട് വന്നതായിരിക്കുന്ന പട്ടാളക്കാരൻ അവൾ പ്രേമൻ ജനിക്കുന്നു എന്നാണ് പറഞ്ഞ് അവളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അവളെ വീട്ടിൽ കൊണ്ടുപോകണം. വീട്ടിൽ കൊണ്ടുപോയിട്ട് അവളുടെ മുടിയെല്ലാം കത്തിരിച്ച് കളയണം, അവളുടെ നഖം വെട്ടണം, അവളുടെ ശുചീകരണമെല്ലാം നടക്കണമെന്നാണ്. അവളുടെ ശുചീകരണമെല്ലാം നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അവളുടെ അപ്പനെയും അമ്മയെയും സംബന്ധിച്ച് അവളെ ദുഃഖിക്കണമെന്നാണ്. അവളുടെ അപ്പനെയും അമ്മയെയും സംബന്ധിച്ച് അവൾ ദുഃഖിക്കണം, അങ്ങനെയാണ് പറയുന്നത്. അവൾ തലമുടി ചിരയ്ക്കുകയും നഖം മുറിക്കുകയും ബദ്ധവസ്ത്രം മാറി നിൻ്റെ വീട്ടിൽ പാർത്ത് 1 മാസം തൻ്റെ അപ്പനെയും അമ്മയെയും കുറിച്ച് ദുഃഖിക്കുകയും ചെയ്ത ശേഷം വേണം നീ അവൾ നിൻ്റെ ഭാര്യയാകുവാനെന്നാണ്, അല്ലെ നീ അവളുടെ ഭർത്താവാകുവാൻ. എന്തിനാണ് ദൈവം അങ്ങനെ ഒരു പ്രമാണം വെച്ചത്? ഈ മുടി കത്തിരിക്കുകയും നഖം മുറിക്കുകയും ചെയ്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ ഞാൻ വിചാരിക്കുന്നു ഇവളുടെ സ്ത്രീകളുടെ സൗന്ദര്യമാണല്ലോ മുടിയും നഖവും എന്നൊക്കെ പറയുന്നത്. അതിനൊക്കെയാണല്ലോ സ്ത്രീകൾ ഒരുപാട് സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ ഈ സൗന്ദര്യത്തിന് മുഖാന്തരം കാരണമായിരിക്കുന്നത് എല്ലാം മുറിച്ച് കളയുമ്പോൾ ഇവൻ അവളെ നോക്കുമ്പോൾ എങ്ങനെയാണ് അവളെ ഭാര്യയായിട്ട് വീണ്ടും തുടരണമെന്ന് ആഗ്രഹമുണ്ടോ അതോ വേണ്ടയോ? അതാണ് ഒരു സ്ത്രീയെ വളരെ സുന്ദരിയാണെന്ന് തോന്നിയെങ്കിലും അവളുടെ മുടി മുഴുവൻ ചരച്ച് കളഞ്ഞു, കംപ്ലീറ്റ് ഷേവ് ചെയ്ത് കളഞ്ഞു. അവളുടെ നല്ല നീണ്ട നഖമൊക്കെ അങ്ങനെ ചായ പിടിച്ച നഖമൊക്കെ എല്ലാം മുറിച്ച് കളഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അയ്യോ അപ്പോൾ ഇതൊരു വല്ലാത്ത ഞാൻ വിചാരിച്ച സൗന്ദര്യമൊന്നുമില്ല, എല്ലാം അവളെ സ്വതന്ത്രമായിട്ട് വിട്ടേക്കണമെന്നാണ്. അവളെ വിൽക്കാൻ പാടില്ല. അവളുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തിയെങ്കിൽ അവളുടെ കാഠിന്യം പ്രവർത്തിക്കരുതെന്നാണ്. നീ അവളെ പരിഗ്രഹിച്ചു, കാഠിന്യം പ്രവർത്തിക്കരുത്. ഒരു സ്ത്രീയുമായി ഭാര്യയുമായിട്ടായാലും ശാരീരിക ബന്ധം പുലർത്തിക്കഴിഞ്ഞാൽ പിന്നെ കാഠിന്യം പ്രവർത്തിക്കുവാൻ അനുവാദമില്ല. ആരും തൻ്റെ ദേഹത്തെ ഒരു നാളും പകച്ചിട്ടില്ലെന്നാണ്. ഒരു സ്ത്രീയുമായി ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഒന്നായിത്തീരുന്നു. അതിപ്പോൾ യുദ്ധത്തിൽ പിടിച്ചതായാലും അല്ലാത്തതായാലും ഇവിടെ എന്തായാലും ശരി, അതൊന്നായിത്തീരുന്നു. ദൈവത്തിൻ്റെ പ്രമാണം അങ്ങനെയുള്ള പ്രമാണമാണ്. അപ്പോൾ ദൈവം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവളെ സൗന്ദര്യത്തിൽ പിടിച്ചുകൊണ്ട് കണ്ട ഒരു സ്ത്രീയാണെന്ന് വിചാരിച്ച് അവളെ ഉടനെ കൊണ്ടുവന്ന് അവളുമായിട്ട് ശാരീരിക ബന്ധം പുലരുവാനായിട്ട് വളർത്തുവാൻ അനുവാദമില്ല. അവൾക്ക് അവളുടെ മാതാപിതാക്കളെക്കുറിച്ച് ദുഃഖിക്കുവാൻ സമയം കൊടുക്കണം. കാരണം അവളെ അടിമയായിട്ട് പിടിച്ചുകൊണ്ട് വന്നതാണ്. അവളുടെ അപ്പനെ കൊന്നതായിരിക്കും, അവളുടെ അമ്മയെ കൊന്നതായിരിക്കും. അപ്പോൾ അവൾക്ക് ന്യായമായ ദുഃഖമുണ്ട്. അതേവരെക്കുറിച്ച് കരയാൻ 1 മാസം മുഴുവനും ഇരുന്ന് കരയും ദുഃഖിക്കുകയും വേണം. ദൈവം ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് നാം ദുഃഖിക്കുകയും കരയുകയും ചെയ്യേണ്ട സാഹചര്യങ്ങൾ കരയും ദുഃഖിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിന് 1 മാസം വേണോ? 1 ആഴ്ച പോരെ, അല്ലെങ്കിൽ 1 ദിവസം പോരാ. 1 മാസം മുഴുവനും അവളുടെ അമ്മയെ ചൊല്ലിയും അവളുടെ അപ്പനെ ചൊല്ലിയും മറ്റ് അവൾക്ക് സ്നേഹമുള്ള മറ്റാളുകൾ താങ്കൾമാരുണ്ടെങ്കിൽ അവരെ ചൊല്ലിയും അവൾ കരയണം, അവൾ ദുഃഖിക്കണം, വിലപിക്കണം. അതുപോലെ തന്നെ അവളുടെ സൗന്ദര്യത്തിന് കാരണമായിട്ട് ഒരുപക്ഷെ ആകർഷണീയമായി തീർന്നതായിരിക്കുന്ന കാരണങ്ങളൊക്കെ അവൾ ഇല്ലാതെയാക്കണം. ബാഹ്യമായ സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കരുത് ഈ ചോയ്സ്. അതിന് പകരം അവളുടെ ആന്തരികമായ സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്.
അപ്പോൾ ദൈവം വെച്ചിരിക്കുന്ന ഈ പ്രമാണങ്ങൾ വളരെ നല്ല പ്രമാണങ്ങളാണ്. അതുപോലെ ഈ അധ്യായത്തിൽ വേറെയും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. 21 അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം അതിൽ പറയുന്നത് 2 ഭാര്യമാരുടെ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ്. ഒരുത്തി ഇഷ്ടയായും മറ്റവൾ അനിഷ്ടയായും ഇങ്ങനെ ഒരാൾക്ക് 2 ഭാര്യമാരുണ്ടായിരിക്കുകയും അവർ ഇരുവരും അവന് പുത്രന്മാരെ പ്രസവിക്കുകയും ആദ്യജാതൻ അനിഷ്ടയുടെ മകനായിരിക്കുകയും ചെയ്താൽ അവൻ തൻ്റെ സ്വത്ത് പുത്രന്മാർക്ക് ഭാഗിച്ചു കൊടുക്കുമ്പോൾ അനിഷ്ടയുടെ മകനായ ആദ്യജാതന് പകരം ഇഷ്ടയുടെ മകന് ജ്യേഷ്ഠാവകാശം കൊടുത്തുകൂടാ. തനിക്കുള്ള സകലത്തിലും 2 പങ്ക് അനിഷ്ടയുടെ മകന് കൊടുത്ത് അവനെ ആദ്യജാതനെന്ന് സ്വീകരിക്കണം. അവൻ്റെ ബലത്തിൻ്റെ ആരംഭമല്ലോ, ജ്യേഷ്ഠാവകാശം അവനുള്ളതാകുന്നു. വളരെ കർശനമായിരിക്കുന്ന നിയമമാണ്. ആളുകൾക്കെല്ലാം താല്പര്യം എങ്ങനെ, ഇഷ്ടഭാര്യയുടെ മകൻ, ബഹുഭാര്യത്വമുള്ള കാലത്താണ് ഇഷ്ടഭാര്യയുടെ മകനാണ് ജ്യേഷ്ഠാവകാശം. ഇഷ്ടഭാര്യയുടെ മകനാണ് ജ്യേഷ്ഠാവകാശം. ചെയ്യാൻ പാടില്ലെന്നാണ്. നിനക്ക് ചെയ്യാൻ പാടില്ല, നിനക്ക് അനുവാദമില്ല. നിനക്ക് ഈ ഭാര്യയോട് ഇഷ്ടമല്ലെന്നുള്ളത് ഒരു വശം, അത് നിൻ്റെ ഭാഗത്തെ തെറ്റാണ്. കാരണം നീ വിവാഹം കഴിച്ച ഭാര്യയെ സ്നേഹിക്കണ്ടേ. പക്ഷേ നിനക്ക് കൂടുതൽ സ്നേഹം മറ്റുള്ളവരോടാണ്. ഒരുപക്ഷെ അവളാണ് കൂടുതൽ സൗന്ദര്യമുള്ള സ്ത്രീ, ഒരുപക്ഷെ അവളാണ് കൂടുതൽ മാന്യമായിട്ട് പെരുമാറുന്ന സ്ത്രീ. എന്ത് കാര്യമാകട്ടെ. പക്ഷേ 2 പേർക്ക് മക്കളുണ്ടാകുന്നു. എന്നാൽ അനിഷ്ടയുടെ മകനെയാണ് ആദ്യം പ്രസവിച്ചത്. ഒരു ദിവസമെങ്കിലും മുൻപിൽ അവനെയാണ് പ്രസവിച്ചതെങ്കിൽ ജ്യേഷ്ഠാവകാശം അവനുള്ളതാണ്. ഭാര്യയോടുള്ള ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനിച്ച മകന് ജ്യേഷ്ഠാവകാശം കൊടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാൻ പാടില്ല. അവനുള്ള ജ്യേഷ്ഠാവകാശം അംഗീകരിച്ച് അത് അവന് തന്നെ കൊടുക്കണം എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു പ്രമാണമല്ലേ? പലയിടത്തും മൂത്ത മോന് കൊടുക്കേണ്ടതായിരിക്കുന്ന ബഹുമാനവും സ്നേഹവും കൊടുക്കാതെ ഇളയ മക്കളെ അമ്മമാരെ സ്നേഹിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇവിടെ ബഹുഭാര്യത്വമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരേ അപ്പൻ്റെയും അമ്മയുടെയും മക്കളാണെങ്കിലും മൂത്ത ചെറുക്കനോട് വലിയ ഇഷ്ടമില്ല, ഇളയ മോനോടാണ് ഇഷ്ടം. എങ്ങനെ ഇളയ മകനോട് ഇഷ്ടം വരുന്നത്? യാക്കോബിനും ആ പ്രശ്നമുണ്ടായിരുന്നു. ആദ്യത്തെ ഭാര്യയുടെ ലേയുടെ മക്കൾക്ക് ഒന്നും വേണ്ട ബഹുമാനവും ആദരവും കൊടുത്തിരുന്നില്ല. അതേസമയം റാഹേലിൻ്റെ മക്കളെ കൂടുതൽ സ്നേഹിച്ചിരുന്നു. അതാണ് ആ കുടുംബത്തിൽ വന്നതായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണമെന്ന് പറഞ്ഞതാണ്. ലേയ്ക്ക് ഉണ്ടായിരിക്കുന്ന മക്കളാണ് ആദ്യത്തെ മക്കൾ. പക്ഷേ എന്നാലും റാഹേലിൻ്റെ മകനായ ജോസഫ് ജ്യേഷ്ഠാവകാശം കൊടുക്കാനായിട്ടപ്പം തീരുമാനിച്ചു. വളരെ തെറ്റായ തീരുമാനമാണ് ചെയ്തത്. പിന്നെ ദൈവം ചില കാര്യങ്ങളെയൊക്കെ മാനിക്കുകയൊക്കെ ചെയ്യുന്ന ദൈവമായിരുന്നു. എങ്കിലും ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത് ഒരിക്കലുമില്ല. കാരണം യൂദായുടെ ഗോത്രം വന്നത് ലേയിൽ നിന്നാണ്, പശിക വന്നത് ആ ഗോത്രത്തിൽ നിന്നാണ്. അനുഗ്രഹങ്ങളൊക്കെ പോയത് അവിടേക്കാണ്. അപ്പോൾ അതൊക്കെ ഒരു പ്രമാണമാണ്. നമ്മളും ഈ കുടുംബജീവിതത്തിൽ നീതി പാലിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കുടുംബജീവിതത്തിൽ നീതി പാലിക്കണം. കുടുംബജീവിതത്തിൽ ഇഷ്ടയുടെ മകന് കൂടുതൽ കൊടുക്കരുത്. ഇഷ്ടമില്ലാത്തവരുടെ മകളും ഇഷ്ടയുടെ മകനും നിൻ്റെ മകൻ തന്നെയാണ്. അല്ലെങ്കിൽ ഇഷ്ടമുള്ള മകന് കൂടുതൽ കൊടുക്കരുത്. ഇഷ്ടമുള്ള മകനും ഇഷ്ടമില്ലാത്ത മകനും സ്നേഹമൊക്കെ ഹൃദയത്തിലിരിക്കണം. അത് കാണിക്കുമ്പോൾ നമ്മൾ വളരെ വിവേകത്തോടെ കാണിക്കണം. അല്ലെങ്കിൽ മക്കൾക്കിടയിൽ എന്തുണ്ടാകും? അസൂയയും പിണക്കവും ഉണ്ടാകും. ഒരു മകനെ നിന്ദിക്കാനിടയാകും. അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് സ്നേഹം ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട്, നിനക്ക് ഇഷ്ടം ഒരു മകനോടാണെങ്കിൽ അതിന് കുഴപ്പമില്ല, അതിന് മനസ്സിലിരിക്കട്ടെ. പക്ഷേ നീ പരസ്യമായിട്ട് ഇത് കാണിക്കാനായിട്ട് പാടില്ല. അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ വ്യവസ്ഥിതികളിൽ സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന അനേക കാര്യങ്ങൾ ആണിത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഭാര്യയായി സ്വീകരിച്ച ശേഷം അവളുടെ ക്രൂരത കാണിക്കാൻ പാടില്ലെന്നാണ്. ഭാര്യയായി സ്വീകരിച്ച ശേഷം ഒരു സ്ത്രീയോട് ക്രൂരത കാണിക്കാൻ പാടില്ല. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല, ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? നീ ഒരു സ്ത്രീയെ ഭാര്യയായി പരിഗ്രഹിച്ചുവെങ്കിൽ ആ സ്ത്രീയോട് മാന്യമായി പെരുമാറണം, സ്നേഹത്തോട് പെരുമാറണം, സൗമ്യതയോട് പെരുമാറണം. അപ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ നമ്മുടെ കുടുംബജീവിതങ്ങളിൽ നമ്മൾ പാലിച്ചാൽ നമ്മുടെ കുടുംബജീവിതങ്ങൾ കൂടുതൽ അനുഗ്രഹകരമായി തീരും. അങ്ങനെ ആകുവാൻ കൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ.